നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. കേരളം ഒരു വോട്ടിംഗ് കഴിഞ്ഞ് അല്ലേ ഫലം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷാപൂർവമായ കാത്തിരിപ്പിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത സർക്കാർ ആരുടേതാകും, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ അതിൽ ആരൊക്കെയാകും മുഖ്യമന്ത്രി എന്നൊരു പക്ഷേ പറയുന്നത് UDF-കാരായിരിക്കും. പിന്നെ ആരൊക്കെയാകും മന്ത്രിമാർ തുടങ്ങിയ ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ കണക്കുകളുടെയൊക്കെ വിശകലനമാണ്. ഓരോ ജില്ലയിലും എത്ര സീറ്റ് വീതം LDF-ന് കിട്ടും, UDF-ന് കിട്ടും, BJP പ്രതീക്ഷ പുലർത്തുന്ന സ്ഥലങ്ങളിൽ എത്ര സീറ്റ് വീതം കിട്ടും തുടങ്ങിയ വലിയ ഒരു വാർ ഇങ്ങനെ ആളുകൾക്കിടയിൽ കാണാം. എന്തായാലും നമ്മൾ ഇന്ന് പബ്ലിക് പൾസ് പരിശോധിക്കുന്നത് വോട്ട് ചെയ്ത ശേഷമുള്ള ആളുകളുടെ പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വോട്ടിന് മുമ്പ് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പലരും വിളിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് വോട്ട് ചെയ്തതിന് ശേഷം ആളുകളുടെ താല്പര്യം, ആളുകൾ എങ്ങനെയാണ് ഇത് കണ്ട് അറിഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഒരു ട്രെൻഡ്, ആളുകൾക്കിടയിലുള്ള ട്രെൻഡ് എന്താണെന്ന് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും ആദ്യം തന്നെ ഒരു പ്രതികരണം കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. UDF വരണമെന്ന് ആഗ്രഹം. കാരണം സ്വർണ്ണമെങ്കിലും ആൾക്കാർ വാങ്ങിച്ചിട്ടെ. കാരണം ഇപ്പോഴത്തെ സാധനത്തിൻ്റെയും അവർ ഭരിച്ച സമയത്ത് 26,000-27,000 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയായി സ്വർണം? അത് വെച്ച് നോക്കുമ്പം UDF തന്നെ വരണം. സാധനങ്ങളെ വിലക്കയറ്റവും എല്ലാം നോക്കുമ്പം UDF തന്നെ വരണം. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇനി എവരെന്തായാലും കയറിയില്ല. ഇപ്പോഴത്തെ ഭരണം കയറിയെന്നു തീർത്ത് പറയാൻ കയറൂല. പിന്നെ പെണ്ണുങ്ങൾ പോണത് കൊടിയും പിടിച്ച് പോകുന്നത് 500 രൂപ കിട്ടും അവർക്ക്. ഇല്ല, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഈ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിന് എന്ത് പറയും, ആദ്യത്തെ ട്രെൻഡ് UDF-ന് അനുകൂലമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ട്രെൻഡ് LDF-ന് അനുകൂലമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യത്തെ പ്രതികരണം UDF-ന് അനുകൂലമാണ്. ആ അമ്മ പറഞ്ഞതിൽ സ്വർണത്തിൻ്റെ വിലയും കേരളത്തിലെ സർക്കാരുകളുടെ ഒരു ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞത് വളരെ കൃത്യമായൊരു പോയിൻ്റാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു രണ്ടാമത് ഇനിയും മൂന്നാമത് പിണറായി സർക്കാർ വരില്ല എന്നവർ അതെ. ഇതേ ഒരു ട്രെൻഡാണോ ഇനിയും നമുക്ക് മുമ്പോട്ടെന്ന് നമുക്ക് നോക്കാം, ഓരോരോ പ്രതികരണങ്ങളിൽ നോക്കാം. അടുത്തൊരു പ്രതികരണം കൂടെ നമുക്ക് കേൾക്കാം. ഈ നാട്ടിൽ ജനങ്ങൾക്കും പിന്നെ നാടിനും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ള ഒരു സർക്കാരല്ലേ കഴിഞ്ഞ 10 വർഷമായി നടന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. പിന്നെ കുറേ ആളുകൾ LDF UDF-കാരും ഉള്ള കള്ളത്തരം അത്രയും അവരുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ക്ഷേമ പെൻഷൻ 600 രൂപയിൽ നിന്ന് 2000 ആക്കി ഇപ്പോൾ 3000 ആക്കും വാങ്ങി. ഞാൻ പാർട്ടി അനുഭാവിയല്ല, പ്രവർത്തകനാണ്. നേമത്വം നമ്മൾ ജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടേതായതായാലും ഒരു 5000 വോട്ട്, 5000 വോട്ടിൻ്റെ വലിയ വ്യത്യാസം. 4000 മുതൽ 5000 വരെ. രണ്ടാം സ്ഥാനം BJP നമ്മളുമായിട്ടാണ് മത്സരം. അവിടെ മറ്റേ ഇയാൾ മുരളിയൊക്കെ 3ാം സ്ഥാനം, ശബരിനാഥൊക്കെ 3ാം സ്ഥാനത്ത്. അതാണ് ആദ്യം കണ്ട ചേച്ചി UDF വരണം എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ LDF തന്നെ വരണം എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഭരണമൊക്കെ തന്നെ മികച്ചത്, ഇനിയും അങ്ങനെ തന്നെ മതി എന്നുള്ളൊരു അഭിപ്രായമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം നിയമത്തെ കാര്യം വിശേഷിച്ചെടുത്ത് പറയുന്നുമുണ്ട്. BJP-യുമായിട്ടാണ് മത്സരമുള്ളത്, UDF അല്ല. അവിടുത്തെ മത്സരത്തിന്റെ ചിത്രത്തിലെ ഇല്ല ശബരിനാഥ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതെ, എന്തായാലും നമുക്ക് മറ്റൊരു പ്രതികരണം കൂടി, ഇഷ്ടത്തിന് പ്രതികരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രതികരണങ്ങളിലേക്ക് പോകുന്നത്. അടുത്ത പ്രതികരണം കൂടെ കേൾക്കാം. UDF വരുമെന്നാണ് പ്രതീക്ഷ. എന്താ പറഞ്ഞാൽ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ വയ്യാത്ത സമയത്ത് ഓരോൻ എന്നെ സഹായിച്ചതും എല്ലാ കാര്യത്തിലും ഓരോന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹം. എൻ്റെ വീട് പുതിയങ്ങാടിയാണ്, അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 21,000 വോട്ടിന് ജയിക്കുമെന്ന് അവർ പറയുന്നത്. 100-100 ജയിക്കും, ഒരു UDF ജയിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. BJPക്ക് അങ്ങനെ പറയാനിപ്പോൾ 2 സീറ്റൊക്കെ BJP കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഉറപ്പ്. പക്ഷേ കേരളം ഫുള്ള് UDF കൊണ്ടുപോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബേപ്പൂർ ഭാഗത്ത് നോക്കുമ്പോൾ ബാബു ആ സാറൊന്നുണ്ട്, പിന്നെ ജയിന്ത് സൗത്തിൽ, പിന്നെ കുറേ ആൾക്കാർ വരുന്നു, രമേശ് ചെന്നിത്തല, അങ്ങനെ കുറേ ആൾക്കാർ വരുന്നതാണ് എൻ്റെ ആഗ്രഹം. തോൽക്കണം എന്ന് പറയുമ്പോൾ മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഉപകാരം ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർ തോൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
എന്തായാലും 3 പ്രതികരണങ്ങൾ കേട്ടപ്പോൾ 2-1 UDF ലീഡ് ചെയ്യുകയാണ്. ആ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് UDFനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. അതേസമയം 2 സീറ്റ് ഒരുപക്ഷെ BJP നേടിയേക്കും എന്നും അവർ പ്രവചനം പോലെ തന്നെ. അതിന്റെ അവസാനം പറഞ്ഞത് കേട്ടില്ലേ, ഈ ഉപകാരം ചെയ്യാത്ത മന്ത്രിമാരെന്തായാലും തോക്കണം എന്നുള്ള കാര്യം കൂടിയാണ് പ്രേക്ഷകർ പറഞ്ഞത്. അത് പൊതുവെ കേരളത്തിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊരു വികാരമുണ്ട് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള പല മന്ത്രിമാരും ഉണ്ട്. അവരൊക്കെ വീണ്ടും മന്ത്രിമാരെല്ലാവരും തന്നെയൊക്കെ വീണ്ടും ഇങ്ങനെ മത്സരത്തിനിറങ്ങുന്നൊരു, എല്ലാവരും ഇറങ്ങിയിട്ടില്ല എങ്കിലും ബഹുഭൂരിപക്ഷം പേരും ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു വികാരം പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതിനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം. അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് സാധ്യത വളരെ കുറവാണ്. ഒരു 40-45 കാരണം BJPയുടെ എങ്ങനെയാണ് സീറ്റ് അനുസരിച്ച് വരാൻ സാധ്യതയുള്ളൂ. കഴക്കൂട്ടത്ത് ഒരു മാറ്റം അതെനിക്ക് സാധ്യത കുറവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി സുധാകരനാണ്, ജി സുധാകരൻ. പുള്ളി സത്യസന്ധന ഒരു മനുഷ്യനാണ്. എന്നെ എനിക്ക് നേരിട്ട് അറിവുള്ളൊരു ആളാണ്. പുള്ളി സഹകരണ ഒരു വകുപ്പിൽ നേരത്തെ ഇരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു പുള്ളി. മറ്റുള്ളവരെങ്ങനെ കാണുന്നു, കാരണം ഇപ്പോൾ ഒരു കൂറുമാറ്റമൊക്കെ സംഭവിച്ചതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പുള്ളി സത്യസന്ധന ഒരു മനുഷ്യനാണ്. പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതാരായിരിക്കും? അത് ഞാൻ പറയില്ല. അത് അദ്ദേഹം പറയില്ല. അദ്ദേഹം എന്നല്ല, ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കും അല്ലേ, രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉള്ളവർ പറഞ്ഞേക്കും. ശരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉറപ്പായും തോക്കണം അല്ലെങ്കിൽ ഉറപ്പായും ജയിക്കണം എന്ന് കരുതുന്ന സ്ഥാനാർത്ഥികൾ കാണും എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പോളൊക്കെ എടുക്കാം. ആ ചേട്ടൻ പറഞ്ഞത് കഴക്കൂട്ടത്ത് മാറ്റത്തിന് സാധ്യതയില്ല എന്നാണ്. അതായത് കടകംപള്ളി അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ 2-3 പേരുകളിൽ ഒരാൾ ജി സുധാകരൻ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പറ്റിയും എന്തായാലും ആ പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അദ്ദേഹം സഹകരണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അഴിമതി രഹിത പ്രതിച്ഛായ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആളുകൾക്ക് ഇപ്പോഴും ജി സുധാകരന് വലിയ കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോട്ടയൊക്കെ ആയ അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ജയിച്ച് കയറുമോ എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അറിയാം. അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. നെയ്യാറ്റിൻകരയിൽ നമ്മൾ UDF സ്ഥാനാർത്ഥി ശക്തി സാർ ജയിക്കാൻ സാധ്യതയുണ്ട്. 100% ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹം ഈ മന്ത്രിയായ സമയത്തും സ്പീക്കറായ സമയത്തും ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ചെയ്തു. എല്ലായിടത്തും കേരളം മൊത്തം ചെയ്തു. വിശേഷിച്ച് നെയ്യാറ്റിൻകരയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ജയിക്കണമെന്ന് താല്പര്യമുണ്ട്. BJPക്ക് അത്ര സീറ്റ് കിട്ടും ഇപ്പം പറയാൻ പാടില്ല. എനിക്ക് അതും കണ്ടു തന്നെ അറിയാം. ഈ 4-ാം തീയതി ആകുമ്പോൾ അറിയാൻ സാധിക്കും. വട്ടിയൂർക്കാവിലൊക്കെ നമ്മൾ K മുരളീധരൻ സാർ ജയിക്കും, ഉറപ്പാണ്. മുരളീധരൻ അങ്ങനത്തെ ജയിക്കേണ്ട കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളല്ലേ. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഏകദേശം പരാജയപ്പെടുമല്ലോ. അപ്പോൾ അത് പർട്ടിക്കുലർ ഒരാൾ മാത്രം പരാജയപ്പെടുമെന്ന് പറയാൻ പാടില്ല. LDF പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതാണ് ഉറപ്പാണ്. 100% ഉറപ്പാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാവും. അത് പറയാമല്ലോ. അത് പാർട്ടി തീരുമാനിക്കുമ്പോൾ 2-3 പേരുണ്ടല്ലോ. അതിൽ ആരെങ്കിലും ആരൊക്കെയാണ് ഈ 3 പേര്? അല്ല, ഒന്ന് ഇന്നത്തെ KPCC പ്രസിഡന്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സണ്ണി ജോസഫിനെയും പരിഗണിക്കുന്നുണ്ടോ പാർട്ടി? അല്ല, ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുള്ള ആളാണല്ലോ അദ്ദേഹവും കൂടെ. ആ പ്രതികരണത്തിൻ്റെ ഹൈലൈറ്റ് അതാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സതീശൻ, ഇങ്ങനെ 3 പേരിൽ ചുറ്റി നിൽക്കുകയായിരുന്നു UDFിലെ ഒരു മുഖ്യമന്ത്രി പദം. എന്തായാലും അത് ഇത്തവണ അദ്ദേഹം സണ്ണി ജോസഫിന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ്, അദ്ദേഹം അത് പറയുന്നുമുണ്ട്. അവസാനം അദ്ദേഹം ആ പ്രതികരണത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രവർത്തകർക്ക് എന്ന് പറഞ്ഞിട്ട് അതെ, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ആൾ. അറിയാൻ പറ്റില്ല, ഒരുപക്ഷെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായ ഒരു സമവായം എന്നൊക്കെയുള്ള രീതിയിൽ സണ്ണി ജോസഫിനും പ്രതീക്ഷകൾക്ക് വകയുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞാൽ 100% LDF പ്രതിപക്ഷത്തിരിക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ച് പറയുന്നു. മുരളീധരൻ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പലരുടെയും പേരൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രതികരണം കൂടെ കേൾക്കാം. നല്ല ഭരണം കാഴ്ചവെക്കണം.
കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് അൺലെസ് അൺടിൽ ദേ ക്രിയേറ്റ് സം ഡെവലപ്മെൻറ്റ് ഇൻ ദ ക്രൗഡ്. അത് ശരിക്കും ആത്മാർത്ഥത ചോദിച്ചാൽ LDF വന്നാലും പിണറായി വരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. വേറെ ഏതെങ്കിലും ഒരു ലീഡർ വന്നാൽ നന്നായിരിക്കും. ഞാനൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളതാണ്. പക്ഷേ വേറൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. മുരളീധരൻ ജയിച്ചാൽ കൊള്ളാം എന്ന് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. നല്ലൊരു പ്രതികരണവുമായിരുന്നു. അതെ അതെ, ഒരുപാട് പേരുടെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതെ, കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകരുത് എന്നുള്ളതാണ് ആ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്. പലർക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? കാരണം 2 ടേമായിട്ട് പിണറായി തുടരുകയാണ്. അപ്പോൾ 2ാം ടേമിൽ അതും കൂടെ കഴിഞ്ഞ് 3ാം ടേമിലേക്ക് പോകുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു കമ്മ്യൂണിസ്റ്റ്, ഈ പ്രതികരണം കേട്ട ആളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, അദ്ദേഹത്തിനൊരു ഇടതുപക്ഷ ചിന്താഗതിയൊക്കെയാണുള്ളത്. പക്ഷേ പിണറായി വിജയൻ വേണ്ട, പുതിയൊരാൾ വരണം എന്നുള്ള ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ വിജയിക്കണം, വട്ടിയൂർക്കാവിൽ വിജയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. ആളുകളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്ത പ്രതികരണം കേൾക്കാം. ഈ പാർട്ടി ഇതിന്ന് മാറണം, ഇത് തുടരാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ പുതിയ പാർട്ടി ഏതെങ്കിലും വരട്ടെ, അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെയല്ലേ പലതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയായിരിക്കാം. അപ്പോൾ അടുത്തൊരാൾ വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലാരാണ് ബെറ്റർ അങ്ങനെയല്ലേ നോക്കേണ്ടത്. ഭൂരിപക്ഷവും അങ്ങനെയാണ് നമുക്ക് നോക്കി കാണുന്നതെല്ലാം. അപ്പോൾ ആ രീതിക്കൊരു ഭരണം വരട്ടെ എന്നാണ് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹവും. അതാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി അല്ലേ. ഈ ഭരണമാറ്റം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ 10 വർഷമായി ഭരിക്കുന്ന ഒരേ ആളുകൾ തന്നെ പിന്നെയും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ചോദ്യം കൂടി ഇതിൻ്റെ ഇടയിൽ ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി പുതിയൊരാൾ വരട്ടെ, ഇനി ആ ഒരു ഭരിക്കുന്ന അവരുടെ ഒരു ഭരണം കൂടി ഒന്ന് കാണാമല്ലോ എന്താകും എന്നുള്ളത് അതിലൂടെ അല്ലേ മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഓർമ്മയൊക്കെ വെച്ച് വരുന്ന കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേസമയം എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ എനിക്ക് VS അച്യുതാനന്ദനെ ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയെ ഓർമ്മയുണ്ട്, AK ആൻ്റണിയെ ഓർമ്മയുണ്ട്, നയനാരെ ഓർമ്മയുണ്ട്, K കരുണാകരനെ വളരെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. നിങ്ങളെൻ്റെ പ്രായം കണക്ക് കൂട്ടി കാണുമെന്ന് തോന്നുന്നു ഇതിനോടകം തന്നെ. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെയൊക്കെ ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും ഭരണം മാറണം എന്ന് ചിലരും കുറേയേറെ പേർ കരുതുന്നും ഉണ്ട്. അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. BJP വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. BJPക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. LDFും UDFും കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ LDF ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്തിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം BJPക്ക് ഒരു അവസരം കൊടുക്കണമെന്നൊരാഗ്രഹം. അവർ വന്ന് എങ്ങനെ ആയിരിക്കുമെന്ന് അറിയണമെന്നുണ്ട്. കോർപ്പറേഷൻ കഴിഞ്ഞോണെ പിടിച്ച സ്ഥിതിക്ക് പറയാൻ പറ്റൂല, പക്ഷേ ഒരു പ്രതീക്ഷ സാധ്യത ഉണ്ടാകുമെന്നുള്ളത്. മാറാത്തത് മാറും എന്നായിരുന്നു അല്ലേ BJPയുടെ വരുമ്പോൾ അത് മാറും. വ്യത്യസ്തമായൊരു അഭിപ്രായം, ഇതുവരെ കണ്ട അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് സംസാരിച്ച അതേ വ്യക്തിയെ പോലെ തന്നെയാണ്. ഒരു മാറ്റം വേണം. ഈ 2 പാർട്ടികളെയും കണ്ടു, അവരുടെ ഭരണം കണ്ടു, ഇനി മൂന്നാമതൊരാൾക്ക് കൂടി അവസരം കൊടുക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല പ്രതീക്ഷ പങ്ക് അദ്ദേഹം പ്രതീക്ഷ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നാണ്. ഞാൻ ഇപ്പോഴും ഇത് അതെ, മോദി ഇവിടെ ഇതിനു മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സമാനമാണ് കേരളത്തിലെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ വലിയ ആവേശത്തിൽ ആക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അവർ പ്രതീക്ഷ വെക്കുന്ന ഒത്തിരി സീറ്റുകളുണ്ട്. നേമമാകട്ടെ, കഴക്കൂട്ടമാകട്ടെ, പാലക്കാടാകട്ടെ, പിന്നെ അങ്ങ് സുരേന്ദ്രനൊക്കെ മത്സരിക്കുന്ന മഞ്ചേശ്വരമാകട്ടെ, അങ്ങനെ നിരവധി സീറ്റുകളിൽ അവർ പ്രതീക്ഷയൊക്കെ വയ്ക്കുന്നുണ്ട്. ആറന്മുളയിലും വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ്. എനിക്ക് തോന്നുന്നു ആറന്മുളയിലെ വിജയം നിശ്ചയിക്കുന്നത് BJP പിടിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കും എന്നുള്ളൊരു പ്രചാരണം ഇതിനോടകം തന്നെയുണ്ട്. ഞാൻ ആറന്മുളയിലെ ഒരു വോട്ടറാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനെ പോലുള്ളൊരു മുതിർന്ന നേതാവൊക്കെ ഇറങ്ങുമ്പോൾ RSS ഒക്കെ അതിൻ്റെ സ്ഥലത്ത്, അതെ, ആറന്മുള പോലുള്ളൊരു സ്ഥലത്ത് കുമ്മനം രാജശേഖരൻ ഇറങ്ങുമ്പോൾ
അതിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം ആറന്മുള വളരെ അടുത്ത് പരിചയമുള്ള ഈ എയർപോർട്ടിനെതിരെയുള്ള സമരമൊക്കെ നിന്ന് മുമ്പിൽ നിന്ന് നയിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് രണ്ട് തരം അഭിപ്രായമാണ്. ഞാൻ പൊതുവേ അവിടെ ഉള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വോട്ടർ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. എയർപോർട്ട് കൊണ്ടുവരാതെ അതിനെ തടഞ്ഞ ആൾ എന്നുള്ള അഭിപ്രായമുണ്ട്. എയർപോർട്ടിനെതിരെ നിന്ന് നമ്മുടെ പ്രകൃതിയെയൊക്കെ സംരക്ഷിച്ച ആൾ എന്നുള്ളൊരു അഭിപ്രായവും കൂടിയുണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പം ഈ കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രതികരണം കേൾക്കാം. UDF ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ BJPക്ക് അവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർസെൻറ്റേജ് കൂടുതൽ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സീറ്റിൻ്റെ എണ്ണവും കുറയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ആരായിരിക്കും ശരിക്കും ഭരണത്തിൽ വരാനുള്ള സാധ്യത? UDF സാധ്യത അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. UDF അങ്ങനെയാണെങ്കിലേ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരെയായിരിക്കും നന്നായിരിക്കും? അതവരെ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക്. നല്ലൊരു ആഗ്രഹം ഉണ്ടാവില്ല ഒരു നേതാവിന് UDF വന്നു കഴിഞ്ഞാൽ അതിലാകപ്പാടെ എനിക്കിഷ്ടമുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് മത്സരിക്കുന്ന വിശാലടിനെ. ഒരു രാഷ്ട്രീയം നോക്കണ്ട, അതിൽ ഇഷ്ടപ്പെടാത്ത ഒരു നേതാവ് ഉണ്ടെങ്കിൽ അതായിരിക്കും. അങ്ങനെ എടുത്തു പറയില്ല. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ എന്താ പറയുക, ഞാൻ കുറച്ചധികം പ്രതീക്ഷ വെച്ചിരുന്ന കുറേ പേര് കോമാളികളായി പോയ ഒരിതായിരുന്നു. കുറേ കാൻഡിഡേറ്റ്സിനെ കണ്ടിട്ട് ഇതെന്ത് കാണിക്കുന്നതെന്ന് തോന്നിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേരുണ്ട്, 4-5 പേരുണ്ട്. ഞാൻ എടുത്തൊന്നും പറയാം. അതാണ് പ്രചരണം മുഴുവൻ കണ്ട ഒരു അഭിപ്രായം കൂടിയാണത്. ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന നേതാക്കൾ പലരും കോമാളികളായി പോയ എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ UDF തന്നെയാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം രസകരമായ ഒരു ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതെ, ഇതായത് നമ്മുടെ കളത്തിലേക്ക് ഈ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും നമ്മുടെ സണ്ണി ജോസഫിന് ശേഷം പുതിയൊരാൾ കൂടെ വന്നിരിക്കുകയാണ്, രമേശ് പിഷാരടി. അതെ. അപ്പോൾ ആളുകളുടെ മനസ്സിലിരിപ്പാണ് കേട്ടോ പ്രേക്ഷകരെ നിങ്ങൾ അറിയുന്നത്. അടുത്ത പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. LDF വരാനാണ് സാധ്യത. എത്ര സീറ്റൊക്കെ ആയിരിക്കും? സീറ്റ് കുറയുമോ? സീറ്റ് ഭരണത്തിൽ വരണമെങ്കിൽ സീറ്റ് അങ്ങനെ തീരെ കുറയാൻ പറ്റത്തില്ലല്ലോ. മാർജിൻ കുറവായിരിക്കും. അതുണ്ടാവും. കാര്യം രണ്ട് സൈഡിൽ നിന്നും നല്ല മത്സരമാണ്. മാത്രമല്ല BJPയും ഇപ്പം മുമ്പത്തെ പോലെയല്ല, അവരും നല്ല മത്സരമുണ്ട്. മുമ്പത്തെ പോലെ അവരെ അങ്ങനെ സിമ്പിളായിട്ട് കാണാൻ പറ്റത്തില്ല. അവർ നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യണമുണ്ട്. ഇതിപ്പം ഇലക്ഷനെ അങ്ങനെയൊക്കെ ഇവിടെ മുമ്പത്തെ പോലെ ഒരാൾ കഴിഞ്ഞ് അടുത്ത ആൾ അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. കേരളം മാറിയിട്ടുണ്ട്. എന്തായാലും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. മാത്രമല്ല BJP അങ്ങനെ കുറച്ച് കാണാനും പറ്റില്ല. എപ്പോഴാണ് ആളുകൾ ജനം മാറി ചിന്തിക്കണമെന്നും പറയാൻ പറ്റില്ല. അതെ, ജനം എപ്പോഴാണ് മാറി ചിന്തിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ജനങ്ങളങ്ങനെ മാറി ചിന്തിക്കണമെന്നാണ് BJP കരുതുന്നത്. അതാണ് മാറാത്തത് മാറും ഇത്തവണ എന്നൊക്കെ അവർ പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ അവർ നടത്തിയിട്ടുള്ളത്. ആ ചേട്ടൻ പറഞ്ഞതുപോലെ ശരിയാണ്. BJPയെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്ന ഒരു ശക്തിയായി നമുക്ക് കേരളത്തിൽ ശരിക്കും 3 പേർക്കും ഒരു പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. പലയിടത്തും ത്രികോണ മത്സരം നടന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. സത്യത്തിൽ ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ തീർച്ചയായിട്ടും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഒരാളുടെ അല്ലെങ്കിൽ നമുക്കറിയാം ചില മണ്ഡലങ്ങളിലൊക്കെ വർഷങ്ങളോളമായിട്ട് ഒരേ പാർട്ടിക്കാരാണ്, അവർക്കൊക്കെ വലിയ ഭൂരിപക്ഷമാണ്. എതിർത്ത് ഉള്ള സ്വരങ്ങളെയൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ചില സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ചപ്പോൾ അവരുടെ ചുമരെഴുത്ത് നടത്തിയപ്പോൾ ആ ചുമരൊക്കെ ഇടിച്ചു കളഞ്ഞതും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ മൃഗീയമായ ഭൂരിപക്ഷം ചില സ്ഥലങ്ങളിലൊക്കെ ചില പാർട്ടിക്കാർക്കുണ്ട്. നമുക്കറിയാം ഈ മെയ് അടുത്ത മാസം 4-ാം തീയതി അറിയാം അവിടെയൊക്കെ എന്താണ് ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, വിധിയെഴുത്ത് എങ്ങനെയാണ് മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ എന്തായാലും 4-ാം തീയതി അറിയാം. അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. പ്രതികാരം ചെയ്യും പോലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി. ഇത് ആരുടെ മണ്ടയ്ക്കാണ് അടിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. ഞാനൊരു പാർട്ടിയുടെ ഒരു ബൂത്തിൽ ഇന്നേജൻ്റാണ്. അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരടുത്ത് മുഖത്ത് പോലും നോക്കിയില്ല. കൂടുതലും ഈ നിഷ്പക്ഷരായ വോട്ടുകാരാണ്. ആ വോട്ട് ഏത് രീതിയിലായിട്ട് പോകുമോ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്കും പറയാൻ പറ്റില്ല. ഞാൻ ബൂത്തിരുന്ന ആളാണ്. റിസൾട്ട് ഈ നിഷ്പക്ഷ 15% വോട്ടുള്ളത് അവർ വന്ന് സൈലൻ്റായിട്ട് വോട്ട് ചെയ്ത് ഒരു പാർട്ടിയിൽ പെട്ടവരല്ല. അവർ വന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ സ്ലിപ്പ് കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് പാർട്ടി അഥവാ ഇതിൽ തെറിച്ചാൽ ഇതിൽ അവർക്ക് ഗവൺമെൻറ് സ്ലിപ്പ് കിട്ടാത്തവർ അതിൻ്റെ എംബ്ലം വലിച്ചേറി കളഞ്ഞിട്ട് അവർക്ക് ചായയുള്ള ആൾക്കാർ കാണുമല്ലോ ബൂത്തിൽ, മുഖത്ത് പോലും നോക്കിയില്ല. ആർക്കും പ്രതീക്ഷ ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ ബൂത്തിലിരുന്ന ആളാണ്.
ഇതേ പ്രശ്നമാണ് നമ്മുടെ പല തിരഞ്ഞെടുപ്പ് സർവേകളും പറയുന്നതും. ഒരിക്കലും ഒരു സർവേകളും ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ഒട്ടുമിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ശക്തമായ മത്സരങ്ങളാണ് നടക്കുന്നതെന്നുള്ളതാണ്. ഭൂരിപക്ഷമൊക്കെ ഇങ്ങനെ പ്രവചിക്കുമ്പോൾ ഈ 68 മുതൽ 85 വരെ അല്ലെങ്കിൽ 88 വരെ എന്നൊക്കെയാണ് 100-ൽ കൂടുതൽ സീറ്റോടുകൂടി LDF UDF അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള സർവേകളൊന്നും പുറത്ത് വന്നിട്ടില്ല, ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഇനിയും വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന ദിവസം എക്സിറ്റ് പോളുകൾ വരും. അന്നൊക്കെ ഇനിയും എങ്ങനെയാണ് സാഹചര്യങ്ങൾ എന്നറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് നടന്ന ശേഷമുള്ള ഒരു സർവേ കൂടെ എടുത്ത ശേഷമായിരിക്കും ചാനലുകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. എന്തായാലും ആളുകളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്, ശരിയായ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് മെയ് 4 മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഈ പ്രതികരണങ്ങൾ എത്തിക്കുന്നത്. അടുത്ത പ്രതികരണത്തിലേക്ക് പോകാം. മന്ത്രിസഭ എന്തായാലും ആവില്ല. UDF വൻ വിജയിക്കാരം, ഒരു സംശയവും വേണ്ട. BJP ഏതൊക്കെ മണ്ഡലങ്ങളിൽ ജയിക്കും? തുറക്കുന്നില്ല, ഒരു അക്കൗണ്ടും തുറക്കില്ല. ഒരു ഏരിയയിലേ പാടില്ല. എന്തിനാ കുറെ വർഗീയത? ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? ഒന്നുമില്ല, ഒറ്റടിക്ക് പറയും. KT ജലീൽ. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി? ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ഫാത്തിമ താലിയ, ബൽറാം, ഇവരൊക്കെ യുവത്വങ്ങൾ വരട്ടെ. അതെ, എന്തായാലും ആ ചേട്ടൻ കോഴിക്കോട് നിന്നാണ് ആ പ്രതികരണം വന്നിട്ടുള്ളത്. 2-3 കാര്യങ്ങൾ അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഉറപ്പായും KT ജലീൽ തോക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഫാത്തിമ തഹ്ലിയെ പോലെയുള്ളവർ, ബൽറാമിനെ പോലെയുള്ളവർ, അല്ലേ, VT ബൽറാമിനെ പോലെയൊക്കെ ഉള്ളവർ ഒക്കെ ജയിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല, BJP എങ്ങും അക്കൗണ്ട് തുറക്കില്ല എന്നും UDF വരുമെന്നും തൂക്ക് മന്ത്രിസഭയല്ലെന്നും പറയുന്നുണ്ട്. അതാണ് BJP കൂടുതലായിട്ട് പറയുന്നത്. ഞങ്ങൾ അധികാരം പിടിക്കുമെന്നുള്ളതൊന്നുമല്ല. ആരധികാരം പിടിച്ചാലും വലിയ ഭൂരിപക്ഷം കാണില്ല, ഞങ്ങൾക്ക് 10-ലധികം സീറ്റുകൾ കാണുമെന്നുള്ളൊരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തു നിന്ന് എല്ലായ്പ്പോഴും വരുന്നത്. നമുക്ക് അടുത്ത പ്രതികരണം കൂടെ കാണാം. 2-ൽ മുൻതൂക്കമുണ്ടെങ്കിൽ തന്നെ 2-ൽ 75 സീറ്റിലുണ്ടാവും. രണ്ടും ആര് ജയിച്ചാലും, 2 പാർട്ടി ജയിച്ചാലും 75 സീറ്റ് ഉണ്ടാവും. BJP ഏത് മണ്ഡലത്തിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? അൻവർ. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി നേമത്ത് ശിവൻകുട്ടി. അതെ, അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെയാണ് ഇത്തവണയും അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെയുള്ള ആളുകൾ കുറച്ചുകൂടി ഇത് തുറന്നു പറയാൻ നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ മാനവീയ വീതിയിൽ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചിലരൊക്കെ തോക്കണമെന്നുണ്ട്, പക്ഷെ പേര് ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് മാനവീയ വീതിയിൽ മാത്രമല്ല, അതിന് മുമ്പ് പ്രതികരിക്കുന്ന സുധാകരനെ കുറിച്ച്, കെ സുധാകരൻ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ, ജി സുധാകരൻ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ചിലരൊക്കെ തോക്കണമെന്നുണ്ട്, പക്ഷേ ഞാനത് പറയില്ല പരസ്യമായി എന്നാണ്. പക്ഷേ വടക്കോട്ട് ചെല്ലുമ്പോൾ ആളുകൾ കുറച്ചുകൂടെ അത് അഭിപ്രായം പരസ്യമായി പറയുന്നു എന്നുള്ളതാണ്. ശിവൻകുട്ടി ജയിക്കണമെന്നാണ് അങ്ങ് വടക്കുള്ള ആ ചേട്ടൻ്റെ ആഗ്രഹം. അടുത്ത പ്രതികരണം നമുക്ക് കേൾക്കാം. മാറ്റം എന്തായാലും വരണം. അതിപ്പോൾ ഇന്നാൾ ഭരിക്കണമെന്നല്ല, നമുക്കൊരു കണ്ട കാലം അവർ ഭരിച്ചു, ഇനി വേറെ ആളും ഭരിക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും മനസ്സിൽ. ഇവർ ഭരിക്കുമ്പോൾ ഒരു 3 പ്രാവശ്യം തോറ്റിട്ട് പിന്നെ 4ാമത്തെ പ്രാവശ്യം തൃശ്ശൂർ ആരെങ്കിലും ആളെ ജയിപ്പിക്കും. സുരേഷ് ഗോപി അങ്ങനെ ഇല്ലായിരുന്നു, കുറേ തോറ്റതിന് ശേഷമാണ് ജയിപ്പിച്ചത്. അത് നമുക്ക് അറിയില്ല, പക്ഷെ തൃശ്ശൂർ അവരും എല്ലാവരും കയറിയൊക്കെ അങ്ങനെ തന്നെ. നമ്മളൊന്ന് മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും നമുക്ക് രസറിയണ്ടേ അതിൻ്റെ കാര്യങ്ങൾ. വേണ്ടതാണ്, ഒരു മാറ്റം വേണ്ടതാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നുണ്ട്. 2 തവണ, അതായത് അദ്ദേഹം നിയമസഭയിലേക്ക് നിന്നും പിന്നീട് അങ്ങനെ 2 തവണയൊക്കെ തോറ്റ ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. മാറ്റം വേണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ അഭിപ്രായം അങ്ങനെയാണ്, മാറ്റം വേണം എന്നുള്ളൊരു അഭിപ്രായം പറയുന്ന ആളുകളും ഉണ്ട്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷമായി തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാറ്റം വേണം എന്നുള്ള ഒരു അഭിപ്രായം ആളുകൾ കൂടുതലായിട്ട് പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ BJP അതേ ആ ടാഗ് ലൈൻ തന്നെ പിടിച്ചു എന്നുള്ളതും രസകരമായി തോന്നുന്നുണ്ട്. പക്ഷേ UDFൻ്റേതും നല്ല ഒരു ടാഗ് ലൈൻ ആയിരുന്നു, അല്ലേ, കേരളം ജയിക്കും, UDF നയിക്കും എന്നായിരുന്നു. അപ്പോൾ മറ്റ് LDFൻ്റേതും പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുപോലെ എന്താ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ്. രസകരമാണ്, ഈ പ്രതികരണങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കിനി ഒരു പ്രതികരണം കൂടെ കേൾക്കാം.
തീർച്ചയായിട്ടും LDFന് ഭൂരിപക്ഷം കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ 10 വർഷക്കാലം നമ്മൾക്ക് നല്ല കാഴ്ചപ്പാടുകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാ രീതിയിലും. പിന്നെ ഇനി ഒരു പക്ഷേ ഏതൊരു പാർട്ടി വന്നാലും ഈ പറഞ്ഞതുപോലുള്ള എല്ലാം വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിണറായി ഉള്ളിടത്തോളം കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നാൽ വന്നു, നമുക്ക് സമാധാനിക്കാം. വ്യക്തമായ ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് മനസ്സിലാക്കി ചിന്തിക്കുന്നവർ അങ്ങനെ ചെയ്യൂ, ചിന്തിക്കാതെ ചെയ്യുന്നവർ ആ രീതിയിലേ ചെയ്യൂ. ജനങ്ങളെ തീരുമാനിക്കണം. പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഈ പറയുന്ന പോലെ നിയമത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 1-2 ഭാഗങ്ങളിലൊക്കെ കിട്ടുമായിരിക്കാം. പിന്നെ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചക്ക വീണു, മുയില് ചത്തു ഉള്ളതല്ല. പ്രത്യേകിച്ചൊന്നും ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ്. അതെ, എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ആ ചേട്ടൻ പറയുന്ന ഒരു രസകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പിണറായി ഉള്ളിടത്തോളം കാലം ഇതൊക്കെ നടക്കുമെന്നാണ്. പിണറായിക്ക് മുമ്പും കേരളം ഉണ്ടായിരുന്നു ചേട്ടാ, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് ഒരുപക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവി ആണ് അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ രൂക്ഷമായി എതിർക്കുകയും വളരെ തീവ്രമായി അനുകൂലിക്കുകയും ചെയ്യുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിഭാഗം ആളുകളെ നമുക്ക് കണ്ടെത്താൻ അങ്ങോട്ട് പറ്റുന്നുമില്ല എന്ന് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഒന്നുകിൽ എല്ലാവരും പിണറായിക്ക് ഒപ്പമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരു പിണറായി എതിരാണ് എന്നുള്ളൊരു രീതിയിലാണ് പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്ന് ഇല്ല. എന്തായാലും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അഭിപ്രായം, ഞാൻ ആദ്യമൊക്കെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ഇങ്ങനെ എണ്ണുമായിരുന്നു, ഒരാൾ UDF, ഒരാൾ LDF, പിന്നെ BJP. എന്തായാലും ഇപ്പോൾ ആ എണ്ണമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. എന്തായാലും ശരിയായ എണ്ണം എത്രയാണെന്ന് നമുക്ക് മെയ് 4-ന് അറിയാം. അതുവരെ കാത്തിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ വോട്ടൊക്കെ ചെയ്തതിൻ്റെ ഈ മഷിയൊക്കെ മായുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ പറ്റും. ഈ 4-ാം തീയതിക്ക് ശേഷം ആരാണ് കേരളത്തിലേക്ക് വരുന്നത്? LDF തുടരുമോ അതോ UDF വരുമോ? BJP എത്ര കണ്ട് സീറ്റുകൾ നേടും എന്നൊക്കെ അറിയാം. മറ്റ് വിഷയങ്ങളുമായി പബ്ലിക് പൾസിൽ വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.